ആദിനന്ദങ്ങളുടെ പ്രോജ്വലമായ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ യോഗം ആരംഭിക്കുക. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ദിവസങ്ങളാവുന്ന ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഒരു സ്കൂൾ വർഷം ആരംഭിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നമ്മുടെ ആദിനന്ദ മോൾ നമ്മളെ എത്തിക്കഴിഞ്ഞു. അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയം മുതൽ അവളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായിരുന്നു. അവിടെ ചെന്ന് എൻ്റെ ശരീരം മുമ്പിൽ കാണുവരെയും ആ കുഞ്ഞു മകൾ മരിച്ചുവെന്ന് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. അവൾ പാറി നടന്ന ഒരു ചിത്രശലഭം പോലെ വളരെ സജീവമായി സ്കൂളിൽ പഠിച്ചു വന്നു. പ്രത്യേകിച്ച് സ്കൂൾ നിലനിൽക്കുന്നത് അഴകത്തുകളയിലുള്ള ആ ഭവനത്തിൻ്റെ അടുത്തായിരുന്നതുകൊണ്ട് പലപ്പോഴും ആ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെയാണ് അവൾ ആളുടെ പുറകിലുള്ള അവളുടെ വീട്ടിലേക്ക് എപ്പോൾ കണ്ടാലും ഗുഡ് മോർണിംഗ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ മാം, വളരെ ബഹുമാനത്തോടെ. ഇന്ന് അവളുടെ സ്മരണ ഒത്തിരി നമ്മളിവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. വേറെ സ്റ്റുഡൻസിൻ്റെ അത്രയും വീഡിയോ ക്ലിപ്പുകളും ഫോട്ടോസും ഞങ്ങളുടെ കയ്യിൽ കാണുന്നതിന് പോകുന്നില്ല. ഇന്ന് അത്രയും ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവളുടെ ആ പ്രത്യേക സ്വഭാവത്തിനാണ് കാരണമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. 7ാം ക്ലാസ് കഴിയുമ്പം സ്കൂൾ മാറുവേ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇത് ഏറ്റവും നല്ല സ്കൂളല്ലേ, മക്കൾ ഇവിടെ തന്നെ പഠിച്ചാൽ മതി. അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കാണും അവൾ എൻ്റെ അടുത്ത് ഓടി വന്നു, രഹസ്യമായിട്ടാണ് വരുന്നത്. ടീച്ചറെ, ഞാൻ ഇവിടെ 12ാം ക്ലാസ് വരെ പഠിക്കും, ഞാൻ എങ്ങോട്ടും പോകത്തില്ല കേട്ടോ. ഇങ്ങനെ വന്ന് ആ കുഞ്ഞ് പറയുവാനിടയായി. അതുപോലെ എല്ലാവരോടും ഭയങ്കര ഒരു പ്രത്യേക സ്നേഹത്തോടെയാണ് ആ കുഞ്ഞിൻ്റെ ഇടപാട്. എനിക്കറിയത്തില്ലോ അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കുട്ടി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ബിക്കോസ് ഏത് കാര്യം വന്നാലും വളരെ ബഹുമാനത്തോടെ, വളരെ സ്നേഹത്തോടെ. എനിക്ക് ശേഷം ടീച്ചേഴ്സൊക്കെ സംസാരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഒത്തിരി കടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവർ സംസാരിക്കും. രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു കുഞ്ഞനിയനുണ്ട് ടീച്ചറെ, അവനൊരു സീറ്റ് വെച്ചേക്കണേ, അവൻ വരും കേട്ടോ എന്നിങ്ങനെ വിളിച്ചു പറയുവാനിടയിൽ. ആദ്യത്തെ ഓപ്പറേഷൻ്റെ ശേഷമാണ് അവൾ ഫോണിൽ എന്നോട് വിളിച്ച് അങ്ങനെ സംസാരിച്ചത്. 2025 അധ്യയന വർഷത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും എല്ലാം മേടിച്ച് യൂണിഫോമും ഒക്കെ മേടിക്കാൻ അവൾ പേയ്മെൻറ്റ് ചെയ്തിരുന്നു. എങ്കിലും ബുക്കുകളും യൂണിഫോമും ഇല്ലാത്ത തൻ്റെ ആ ചേതനറ്റ ശരീരം നമ്മുടെ സ്ഥാപനത്തിൽ അവൾ ഇവിടെ എത്തി. സ്കൂളിൻ്റെ ആദ്യത്തെ തുടങ്ങുന്ന ദിവസം തന്നെ അല്പസമയം അവളുടെ ഭൗതിക ശരീരം ഈ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവയ്ക്കുവാൻ പ്രിയ മാതാപിതാക്കന്മാർ സന്മനസ് കാണിച്ചു. LKG മുതൽ അവൾ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അന്ന് മുതൽ അവളായിരുന്നു ആ ക്ലാസ്സിലെ എല്ലാം ടോപ്പർ. 7ാം ക്ലാസ് കഴിയുമ്പോഴും അവളുടെ ആ 6ാം ക്ലാസ് കഴിഞ്ഞ് ഇന്ന് 7ാം ക്ലാസ്സിലേക്ക് ഈ വർഷം അവൾ കാണേണ്ടതാണ് ഇവിടെ. അവളുടെ സ്വപ്നങ്ങളൊക്കെ നമ്മളോട് കൂടെയുണ്ട്. പ്രിയ കുഞ്ഞും നമ്മുടെ കൂടെയുണ്ട്. അവളെന്നും നമ്മുടെ കൂടെ തന്നെ കാണും. ആര് എന്തോ പറഞ്ഞാലും വളരെ സ്നേഹത്തോടെ, വഴക്കൊന്നും കൂട്ടാനൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവളവിടെ മെഡിയേറ്റർ ആവും. ടീച്ചേഴ്സിനെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്, നമുക്കൊക്കെ എല്ലാം നല്ലപോലെ ഒന്ന് ഇരുന്നുകൂടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ ടീച്ചേഴ്സ് പുറത്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും നോട്ട്സൊക്കെ എഴുതിയിട്ട് അവരെ എൻഗേജ് ആക്കുന്ന ഒരു കുഞ്ഞായിരുന്നു നമ്മുടെ മോൾ. ജൂൺ 2-ാം തീയതി അവളുടെ ഭൗതിക ശരീരത്തിന് സാക്ഷി നിന്ന് ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടി ആവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരു തോട്ടക്കാരൻ, അദ്ദേഹത്തിന് മനോഹരമായ ഒരു തോട്ടം, അത് തോട്ടക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവാണ്. ആ തോട്ടത്തിൽ പലതരമായ മനോഹരമായ പൂക്കളുണ്ടായിരുന്നു.
ജൂൺ 1-ാം തീയതി ആ തോട്ടത്തിൻ്റെ ഉടയവൻ വന്നു പറിച്ചത് ആ മനോഹരമായ പുഷ്പം നമ്മുടെ ആത്മനിർഭരമായിരുന്നു. തോട്ടക്കാരന് ഇഷ്ടമുള്ള ആ പുഷ്പം പറിച്ച് അവിടുന്ന് ആ തോട്ടക്കാരൻ്റെ കൂടെയാണ്. ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. സൂര്യൻ നമ്മുടെ രാജ്യത്ത് അസ്തമിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ സൂര്യൻ മറ്റൊരു രാജ്യത്ത് പ്രകാശമായി നിൽക്കുകയാണ്. അതുപോലെ പ്രിയമകൾ സ്കൂളിൽ ആസനാണെങ്കിലും അവൾ മറ്റൊരു രാജ്യത്ത് പ്രസന്റാണ്. പ്രിയ മാതാപിതാക്കൾക്ക് ഈ വലിയ സങ്കടക്കടൽ കാണുവാൻ സർവശക്തനായ ദൈവം കരുത്ത് നൽകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ആ കുടുംബത്തിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആദിനന്ദയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളാണ് ഇനിയുള്ളത്. ക്ലാസ് ടീച്ചറായ സ്മിത മാം തൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ചില ഓർമ്മകൾ നമ്മോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ടീച്ചറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേർപാട് എന്നും വേദനാജനകമാണ്. ഒരു സ്കൂളിനെ മുഴുവൻ വേദനയിലാഴ്ത്തിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു അപൂർവമാണ്. അതിൽ ഒരു മാം പറഞ്ഞതുപോലെ മനോഹരമായ പുഷ്പമാണ് ആദ്യമായിട്ട് എനിക്ക് ആദ്യം കിട്ടുന്നത് 6th ക്ലാസ്സിൽ വെച്ചാണ്. ഫസ്റ്റ് ഡേ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ മാം വന്ന് നോക്കിയിട്ട് പുറത്തിറങ്ങട്ടെ എന്ന് പറഞ്ഞു. ആദ്യം ഈ സിനിമ ക്ലാസ് നല്ല കുട്ടിയാണ്. ആ ഒരു മാമിൻ്റെ വാക്ക് അന്ന് തൊട്ട് മാർച്ച് ലാസ്റ്റ് വരെയും അവൾ അത് പാലിച്ചു പോയി. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഡേ ക്ലാസ് ലീഡർ ഇലക്ഷൻ നടത്തി. ഏകപക്ഷീയമായി വേറൊരു എതിരാളിയുമില്ലാതെ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു ക്ലാസ് ലീഡറായിട്ട്. അതിൽ നിന്ന് തന്നെ അവളോട് ആ കുട്ടികൾക്കുള്ള ഒരു സ്നേഹം അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ സ്പന്ദനമാണ് ആദ്യമാണ്. ഓരോ കുട്ടികളെയും അവിടെ ചേർത്ത് നിർത്തി ക്ലാസ്സിൽ സ്ലോ ലേണേഴ്സ് ഉണ്ട്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെല്ലാവരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ. ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് ദിവസം ക്ലാസ്സിൽ മാറി നിൽക്കുകയുള്ളൂ. അപ്പോഴൊക്കെ എനിക്ക് മെസ്സേജ് വരും, ടീച്ചർ ഇന്നാണ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, എനിക്ക് പുതിയ ടീച്ചേഴ്സ് നോക്കും, ക്ലാസ് എല്ലാം ഓക്കെയാണ്, എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്യുന്നത്, എല്ലാം അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എന്നെ വളരെ എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കിൽ തന്നുകൊണ്ടിരുന്നത് എൻ്റെ ആദ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അവരൊരു വളരെ അവരുടെ ഒരു പ്രസൻസ് പോസിറ്റിവിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ടൂറിന് അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ 11 മണിക്ക് ഞങ്ങളിവിടുന്ന് ടൂറിന് യാത്രയാകുമ്പോൾ അവളും അവളുടെ ബ്രദറും ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും കാര്യം പറഞ്ഞു, അടുത്ത വർഷത്തെ ടൂറിന് ഞാൻ വരും മാം, ഈ വർഷം അമ്മ പറഞ്ഞു അടുത്ത വർഷം പോയാൽ മതി. പിന്നെ അവിടെ ക്യാമ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലെ 1-2 കുട്ടികൾ വിളിച്ചു, ബാക്കി എല്ലാവരെയും ആ ക്യാമ്പിൽ പങ്കെടുത്തു. ഞങ്ങൾ ഒരു ദിവസം രാത്രി കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് ഗേൾസ് എല്ലാവരും അത്രയും സന്തോഷമുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ കുറച്ച് പേര് അനശ്വരയൊക്കെ ഭയങ്കര അവരുടെ ഇടയ്ക്ക് മാമൊക്കെ പറയുന്നതാണ് അവർ ഒത്തിരി നേരമായി കിടന്നുറങ്ങും. പക്ഷേ എന്നിട്ടും ഞങ്ങളെല്ലാവരും അന്ന് എൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആ ക്യാമ്പിൽ രാത്രി 12 മണി ആത്മഹത്യയുടെ നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാവരും ആഘോഷിച്ചത്. വളരെ ഒരു സന്തോഷകരമായ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മയാണ് അത്. പിന്നെ ഏറ്റവും ലാസ്റ്റിലെ SLC അതിൻ്റെ ആക്ടിവിറ്റിയിൽ അവളൊരു സാരി, വലിയൊരു സാരിയുമായിട്ട് വന്നു. അവൾ ടീച്ചറായിട്ടാണ് അതിൽ ആക്ട് ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു, മാം ഏറ്റവും ചെറിയ സാരിയാണ് ഈ അമ്മയുടേത്, ഇത് പക്ഷേ ഞാൻ ഇച്ചിരിയേ ഉള്ളതുകൊണ്ട് എനിക്കിത് കൊടുക്കുമ്പോൾ പാടാണ്. അങ്ങനെ ഞങ്ങൾ സാരിയെ കൊടുത്തു. ഞങ്ങൾ അതിന് അവൾ പെർഫോം ചെയ്തു. അവളാണ് ആദ്യം എല്ലാം പഠിച്ചിട്ട് വന്നത്. അപ്പോൾ അവളുടെ അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർ ചോദിച്ചു മോള് പഠിക്കാൻ ഇച്ചിരി പിന്നോട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു, ഞാൻ എന്താ ടീച്ചർ എൻ്റെ മോളെ പറ്റി ഡോക്ടറോട് പറയുന്നത്? കാരണം അവൾ ഇത്രയും തലവേദനയായിട്ട് തലവേദനയെന്ന് മാത്രമേ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും പറഞ്ഞിട്ടില്ല. 10 മണിയായാലും കുറച്ച് ലേറ്റായിട്ട് ഞാൻ വരും ടീച്ചറെ, ഒരു ക്ലാസ് പോലും ഞാൻ പറയത്തില്ല, കാരണം പുള്ളിക്കാരൻ പഠിച്ചെടുക്കണ്ടേ. അവൾ ലാസ്റ്റ് ഈ എക്സാമിനും അവളാണ് ടോപ്പർ. അതിൽ കൂടുതൽ എന്താ അവളെ പറ്റി പറയാനുള്ളത്? അപ്പോൾ അവളുടെ ഓർമ്മകൾ എന്നും എൻ്റെയും എൻ്റെ മക്കളുടെയും മനസ്സിൽ എന്നും ഈ സ്കൂളിൽ മൊത്തത്തിൽ ഒരിക്കലും മറക്കാത്ത, എൻ്റെ ഈ ഒരു പ്രൊഫഷനിൽ ഇതുപോലെ ഒരു വേദന എനിക്ക് ഇതുവരെയും ഞാൻ കടന്നു പോയിട്ടില്ല.
അത്രയ്ക്ക് അവളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് അവളുടെ ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുപൂജ അർപ്പിച്ചുകൊണ്ട്. നമസ്കാരം. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആദിനന്ദയെ നാം ഇന്ന് ഓർക്കുന്നു. അവളെ ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത് അവളുടെ ചിരിയോട് കൂടിയുള്ള മുഖമായിരുന്നു. അവൾ എപ്പോഴും സന്തോഷവതിയായിരുന്നു. അവൾ നമ്മുടെ സ്കൂളിൽ വലിയ സ്വാധീനം ചെലുത്തി. ആ നഷ്ടം നമുക്ക് വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ എല്ലാ ഹൃദയങ്ങൾ വേദനിക്കുന്നുണ്ട്. അവൾ നമുക്ക് തന്നിട്ട് പോയാൽ നല്ല ഓർമ്മകളിൽ നമുക്ക് ആശ്വസിക്കാം. അവൾ എന്നോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു അവൾക്ക് തലവേദനയുണ്ട്. അവളെ നമ്മൾ സിക്കോമിൽ പോയി. എന്നാലും അവൾ വീണ്ടും അടുത്ത ദിവസം ആബ്സെന്റ് ആവാതെ സ്കൂളിൽ വരുമായിരുന്നു. അവൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു അവൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഇനി നമ്മുടെ കാഴ്ചയിൽ നിന്ന് പോയി എങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇനി ഒരിക്കലും മാറി പോവുകയില്ല. മിസ് യു ആർ ബട്ട് നെവർ ഫോർഗെറ്റ് യു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അവൾ എപ്പോഴും എൻ്റെ ബർത്ത്ഡേക്ക് ആയാൽ പോലും ഞാൻ ആബ്സെൻ്റ് ആയാൽ പോലും ഓടി വന്ന് എന്ത് പറ്റി നീ നോട്ട് എഴുതിയായിരുന്നു നോട്ട് ചോദിച്ചാൽ അപ്പോഴേ അയച്ചു തരും. നമസ്കാരം, ഞാൻ ഗൗരി. ഞാനും അവളുടെ കൂട്ടുകാരിയായിരുന്നു. അവൾ എന്നും നോട്ടൊക്കെ അയച്ചു തരുമായിരുന്നു. അവൾ ക്ലാസ്സിൽ ടോപ്പറായിരുന്നു. നല്ലവണ്ണം പഠിക്കുമായിരുന്നു. അവൾ എന്നെ വിട്ട് പിരിയാൻ എനിക്ക് ഒട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവൾ പണ്ട് മുതലേ എൻ്റെ കൂട്ടുകാരിയായിരുന്നു. അതോടൊപ്പം തന്നെ LKG മുതൽ 6ാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അവളുടെ ക്ലാസ്സിലാണ് ആദ്യം നോട്ട് എഴുതുന്നെങ്കിൽ ഞാൻ അവളുടെ എൻ്റെ ക്ലാസ്സിലാണ് ആദ്യം നോട്ട് എഴുതുന്നെങ്കിൽ ഞാൻ അവൾ എൻ്റെ ഒക്കെ വാങ്ങിച്ചിരുന്നു. നമസ്കാരം, ഞാൻ ലിപിക. അനുശോചനം എന്നത് പകരം ആദ്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്. ഞാനും അവൾ 6th Bയിലാണ് പഠിച്ചത്. എൻ്റെ ഒരു നല്ല കൂട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നത് ഒരു +2 വരെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. അതുപോലെ അവൾക്കും ഉണ്ടായിരുന്നിരിക്കാൻ കുറേ ആഗ്രഹങ്ങൾ. അവൾ എങ്ങും പോയിട്ടില്ല. അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. +2 ഒക്കെ ആകുമ്പോൾ നമുക്ക് 17 വയസ്സാവും. പക്ഷേ നമ്മുടെ മനസ്സിൽ ആദ്യം എന്തൊക്കെ എന്നും 12 വയസ്സ് തന്നെയാണ്. ഒരിക്കലും ഒരച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. ഒരച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ സംഭവം. ഒരിക്കലും ആരും ആദിനന്ദയെയും അവളുടെ അച്ഛനെയും അമ്മയും ഒന്നും മറക്കാതിരിക്കാൻ ശ്രമിക്കാം. 4ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ബിൻസ ടീച്ചറിൻ്റെ ഓർമ്മകൾ നമ്മോട് എല്ലാവർക്കും നമസ്കാരം. ആദിനന്ദ മോളുടെ സ്വതനാദിനത്തിൽ മോളെ കുറിച്ച് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോളെ പറഞ്ഞാൽ നമ്മളെ എന്ത് കാര്യം മോളെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ശീലിപ്പിച്ചു കൊടുക്കുന്നു, അത് അവളുടെ ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിക്കും. നമ്മൾ ചില കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തവർ പിന്നെ അത് അനുസരിക്കുന്നില്ല, അവരത് മറന്നു പോകുന്നു. പക്ഷെ ഒരിക്കലും ഒരു കാര്യം അവളെ ഒരു ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവളത് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോഴും മോളുടെ ക്ലാസ് വർക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന ദിവസം ഞാൻ പഠിപ്പിക്കാനായിട്ട് ബുക്കുകൾ എടുക്കാൻ പോയപ്പോൾ എൻ്റെ ആദിനന്ദ മോളുടെ ബുക്കാണ് എനിക്ക് കിട്ടിയത്. ഞാൻ നിറകണ്ണുകളോടുകൂടിയാണ് ക്ലാസ്സിലേക്ക് പോയത്. ഈ മോളുടെ വേർപാട് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. മോൾ ഈ ഭൂമിയിൽ ഇല്ല എന്ന സത്യം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക്. നീറുന്ന ഒരു നൊമ്പരമാണ് മോൾ. നമ്മൾ ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ 1-2 വർഷക്കാലം മാത്രം നമ്മളോട് സ്നേഹവും ഒരു കൂട്ടുമൊക്കെ കാണും. പക്ഷേ മോളെ സംബന്ധിച്ചിടത്തോളം അവളെ ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അവരെ എല്ലാം വന്ന് കണ്ട് സംസാരിക്കുന്ന ഒരു ശീലമാണ് മോള്. എന്തെന്നറിയില്ല, മോളുടെ ഹൃദയത്തിൽ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നെനിക്ക് മോളുടെ വിയോഗത്തിൽ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ് ആദിനന്ദ മോള്. പിന്നെ ഇപ്പം പെട്ടെന്ന് എനിക്ക് മോള് ഇല്ല എന്ന് കേട്ട സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ആ മാർച്ച് എക്സാം ടൈമിൽ നമുക്ക് ക്ലാസ് ഉച്ചയ്ക്ക് ശേഷമുണ്ട്. ആ സമയത്ത് മോള് പാം വരട്ടാനായിട്ട് സിക്ക് റൂമിൽ വരുന്ന സമയത്ത് ഞാൻ വഴി നിൽക്കുക. മോള് വന്ന് എൻ്റെ വയറ്റ് കെട്ടിപ്പിടിച്ചിട്ട് വന്നു, ടീച്ചറെ എനിക്ക് തലവേദന എടുക്കുക, എന്താണെന്ന് അറിയാൻ വയ്യ, എനിക്ക് പഠിക്കാനേ പറ്റുന്നില്ല എന്ന് കെട്ടിപ്പിടിച്ച് പറയുന്ന ഒരു മുഖമാണ് എനിക്ക് അവസാനം മോളെ ഓർമ്മ വരുന്നത്. ഞാനും സ്മിത ടീച്ചർ ഒരുമിച്ചാണ് സ്കൂട്ടിയിൽ യാത്ര വരുന്നത്. ആ സമയത്ത് മോള് സ്കൂളിലേക്ക് വരുന്ന സമയമാണ്. അപ്പം ഞാൻ എൻ്റെ സ്കൂട്ടിയുടെ ഹോണൊന്ന് അടിച്ച് ഹായ് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും
വരുന്നത്. എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് നിത്യശാന്തി നേരം. ഈ ആദ്യമോളുടെ വിയോഗം അത് എല്ലാവർക്കും നമ്മളെ ഇവിടുത്തെ അവരുടെ കൂടെ പഠിച്ച കുട്ടികളാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മാതാപിതാക്കളെല്ലാം ഈ കുഞ്ഞുങ്ങൾ വന്ന് രണ്ടുപേർക്ക് സംസാരിച്ചപ്പോഴാണ് അവരുടെ എല്ലാം കണ്ടത് അവരുടെ കാരണമായി. അപ്പോൾ നമുക്ക് നിത്യശാന്തി ചെയ്യുന്നതോടൊപ്പം ഈ അച്ഛനും അമ്മയ്ക്കും അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അന്നത്തെ ദിവസം നമ്മുടെ പേരൻസും കുട്ടികളും ഏകദേശം എല്ലാവരും തന്നെ ആ വീട്ടിൽ പിറ്റേ ദിവസവും കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട രണ്ട് പേരുടെ ശിവാനിയുടെ പപ്പ മിസ്റ്റർ ലിബിൻ മോഹൻ, അതുപോലെ ലിബിയുടെ പപ്പ മിസ്റ്റർ ലിബിൻ, അതുപോലെ നമ്മുടെ കരാട്ടെ സാറ് ജെയിംസ് സാറ്, രാധാകൃഷ്ണൻ സാറ്, അതുപോലെ നമ്മുടെ നമ്മുടെ അജിത്കുമാർ, അതുപോലെ ജയ്മോൻ, അങ്ങനെ എല്ലാവരുടെയും സാഹചര്യം നമ്മുടെ BPMC നടന്ന വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. അതിന് പിന്നെ വീട്ടിൽ പോയി പ്രിയപ്പെട്ടവരെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ ആനന്ദത്തുള്ള ചില നിമിഷങ്ങളാണ് ഞങ്ങൾ അടുത്തതായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. തോട്ടത്തിൽ മനോഹരമായ പൂക്കൾ വെച്ച് പിടിപ്പിച്ചു, ചെടികൾ വെച്ച് പിടിപ്പിച്ചു. തോട്ടക്കാരന് ഇഷ്ടം വന്നപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു പൂവ് ഞാൻ അവന് പറിച്ചു. ഇന്നലെ നമ്മുടെ അതിൻ്റെ എന്ന ആ നല്ല മനോഹരമായ പൂവാണ് തോട്ടക്കാരൻ പറിക്കുവാൻ ഇഷ്ടം തോന്നി. ഹർമാർത്ഥമായി ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്
ആ യാഥാർത്ഥ്യം നിലനിൽക്കുക ചില സത്യങ്ങൾ നമ്മൾ പച്ചയായ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിച്ചിരുന്ന ഈ ലോകത്ത് ഉണ്ടാകുന്നു. ആ അറിവ് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ആ ഒരു നിലപാടുകളെ നമ്മൾ നിങ്ങൾ ഈ ആളുകളുള്ള ഓരോ മാതാപിതാക്കളുടെ മുഖത്തും കാണുന്നത് അതിയായ പ്രശ്നമാണ്. അത് എന്തുകൊണ്ടാണ് ആദ്യം നമ്മളെ നേരിട്ട് പരിചയിക്കാത്ത രക്ഷിതാക്കളും ആ ദുഃഖം പങ്കുവയ്ക്കും. കാരണം അവരുടെ മക്കളിൽ എല്ലാവരും ആദ്യത്തെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം നമ്മൾ മരണപ്പെട്ടു പോയത് അല്ലെങ്കിൽ വേർപെട്ടു പോയതല്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് ഈ ഒരവസ്ഥ വരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് ചിന്തിക്കപ്പെടാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി വരുന്നത്. നമ്മുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ പച്ചയായ മനുഷ്യൻ നന്മയുള്ള മനുഷ്യരാകുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. ആ ദുഃഖത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിലെ ഈ മാതാ പേരൻസിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ ഈ വേർപാടിനെ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും ഏത് വേർപാടിനും ഏത് ദുരനുഭവമായാലും നല്ല അനുഭവമായാലും നമ്മൾ അതിൽ നിന്ന് പാഠമുണ്ടാവും. എൻ്റെ മകൻ 12-13 വയസ്സുള്ളപ്പോൾ വലിയ വലിയ പ്രതീക്ഷയിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ തന്നെ നമ്മുടെ മക്കൾ പ്രതീക്ഷ അറിയിക്കും. അത് പകുതി വഴിക്കല്ല, പകുതി പോകാൻ കിട്ടാത്ത വഴിക്ക് ഇല്ലാതാവുമ്പോൾ നമ്മുടെ വിഷമമുണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഓരോരുത്തരും പക്ഷേ പലപ്പോഴും സത്യം നമ്മുടെ രാക്ഷസത്തെ ജീവിതത്തിൽ കാണുന്നത്. എന്നാൽ നമ്മുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കാം? മാതാപിതാക്കളെ സ്നേഹിക്കുന്നല്ല, അവരുടെ ഓരോ നിമിഷവും നമുക്ക് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ മക്കളാണ്. ഓരോ നിമിഷവും നമ്മൾ അവരെ എല്ലാ നല്ല കാര്യത്തിലും ജീവിതകാര്യത്തിലും അവരുടെ കൂടുതൽ മാറാം. ഇത് നമ്മളൊരു പാഠമാണ്. നമ്മുടെ മക്കളെ നമ്മൾ എത്ര മാത്രം സ്നേഹിക്കണം, അവര് കൂടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമായി ഞാൻ അത് ഏത് കാര്യത്തിലും നമ്മൾ കാണാൻ ഈ നമ്മുടെ ഈ സ്കൂളിൽ കാരണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ ഈ എനിക്ക് കൂടുതൽ പറയാൻ ഞാൻ വ്യക്തിപരമായി എന്ത് കാര്യം അവർക്ക് ഈ സ്കൂളിനെ സമീപിക്കാം, പക്ഷേ സമീപിക്കാം നമ്മളെ ഞാൻ നമസ്കാരം. എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തണലായി
ചെയ്യുവാൻ ദൈവം വീണ്ടും സഹായിക്കട്ടെ എന്ന് EAG പബ്ലിക് സ്കൂൾ ഫാമിലി, ഇവിടെയുള്ള ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, ചെയർമാൻ പ്രത്യേകം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സങ്കടവും ദുഃഖവും ഒക്കെ പ്രിയ കുടുംബത്തെ അറിയിക്കണമെന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും എല്ലാ മാതാപിതാക്കന്മാരുടെയും കുട്ടികളുടെയും പേരിലുള്ള എല്ലാ ദുഃഖവും ആശ്വാസവും പ്രിയ ഗിരീഷ് ഭവനെയും കുടുംബത്തെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ എന്നും നിങ്ങൾക്കുണ്ട്. നമുക്കൊരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാമോ? വളരെ തകർന്നാണ് ആ പ്രിയ കുടുംബം ആയിരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കാണുകയാണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാനുള്ള കാര്യമില്ല. അവർ വേറെ എത്ര ആഴത്തിലുള്ളതാണ് നമുക്ക് ചിലപ്പോൾ കുടുംബത്തെ ആവശ്യം സർവശക്തനായ ദൈവത്തിൻ്റെ ആ ആശ്വാസം ഇവരുടെ കുടുംബങ്ങളിൽ വാഴുവാൻ, ഹൃദയങ്ങളിൽ വാഴുവാൻ ഒരു നിമിഷം എല്ലാവരും കണ്ണുകളച്ച് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലാണ് ഈശ്വരന്റെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ഒരു വിശ്വാസത്തിലാണ്. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവമാണ്. അങ്ങനെ ആ പൊന്നിലേക്ക് ദൈവത്തിന്റെ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ ആശ്വാസം, അങ്ങയുടെ സമാധാനം, സന്തോഷം, പുത്തൻ പ്രത്യാശ ഈ കുടുംബങ്ങളുടെ കുടുംബത്തെ അവരുടെ ഹൃദയങ്ങളിലെ ദൈവമേ അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുകാലത്ത് പോയെങ്കിലും അവിടെ ഈ കളി കാണുവാൻ അവസരങ്ങളുള്ള ആശ്വാസമാണ്. ഈ പുതിയ കുടുംബത്തെ ആ ഒരു പ്രത്യാശയുടെ ലക്ഷ്യം ദൈവമേ ആ ഭക്തരുടെ സമാധാനം ദൈവം കൽപ്പിക്കണം. അങ്ങയുടെ കടകളിലേക്ക് ഈ സ്ഥാപനത്തിൽ തന്നിട്ടുള്ള എല്ലാ മാതാപിതാക്കന്മാരെയും എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവമേ അവരുടെ സഹോദരങ്ങളെയും ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു ദുഃഖവും ഒരു രോഗശക്തിയോ ഒന്നും ഭവനങ്ങളിൽ കടന്നിട്ടില്ലാതെ എൻ്റെ ദൈവമേ EAG പബ്ലിക് സ്കൂൾ കുടുംബത്തെ അങ്ങ് പറ്റിക്കൊള്ളവരെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കടകളിലേക്ക് ഞങ്ങൾ ഈ കുടുംബത്തെ ഏൽപ്പിക്കുന്നപ്പോൾ ഞങ്ങൾ എണ്ണം കുറയാതെ ദൈവം കാത്തുവരണമേ. അങ്ങ് വിളിക്കുമ്പോൾ നല്ലവനായ ദാസിയുടെ ആ വിളി കേൾക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളിലായി നന്ദി പറയുകയാണ്. സകലതും അങ്ങയുടെ വിലയേറിയ നാമത്തിൽ അങ്ങ് അപേക്ഷിക്കുന്നു.